ഹലോ എല്ലാ കൂട്ടുകാർക്കും ACRT സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ്? അന്താരാഷ്ട്ര ചാന്ദ്രദിനം ജൂലൈ 21 അന്താരാഷ്ട്ര ചാന്ദ്രദിനം. ജൂലൈ 21 അന്താരാഷ്ട്ര ചാന്ദ്രദിനം. നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ എന്നിവരെ ചന്ദ്രനിലെത്തിച്ചത് US ബഹിരാകാശ പേടകം ഏതാണ്? നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിന് എന്നിവരെ ചന്ദ്രനിലെത്തിച്ച US ബഹിരാകാശ പേടകം ഏതാണ്? അത് അപ്പോളോ 11. അപ്പോളോ 11. ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം എത്രയാണ്? ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ 1/6. ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ 1/6. അതായത് ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ വെറും 10 കിലോ മാത്രമേ ഭാരമുണ്ടാവൂ. അപ്പൊ ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം എത്രയാണ്? അത് ഭൂമിയുടെ 1/6. സൂര്യനും ഭൂമിക്കും ഇടയിലെ ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? അത് സൂര്യഗ്രഹണമാണ്. സൂര്യനും ഭൂമിക്കും ഇടയില് ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? സൂര്യഗ്രഹണം. അതിനൊരു കോഡുണ്ട്, EMS നോക്കിയാൽ മതി കേട്ടോ. EMS, എർത്ത്, മൂണ്, സണ്ണ്. ഓക്കെ, അപ്പൊ സൂര്യനും ഭൂമിക്കും ഇടയില് ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? സൂര്യഗ്രഹണം. EMS സൂര്യനാണുള്ള കോഡ് വെച്ച് പഠിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വലിയ കുഴികൾ എന്താണ് വിളിക്കുന്നത്? അത് ഗർത്തങ്ങൾ എന്നാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വലിയ കുഴികൾ എന്താണ് വിളിക്കുന്നത്? ഗർത്തങ്ങളാണ്. ഭൂമിയെ ഒരു തവണ പൂർണ്ണമായിട്ട് വലം വെക്കാൻ ചന്ദ്രന് എത്ര ദിവസങ്ങൾ വേണം? ഏകദേശം 27.3 ദിവസങ്ങൾ വേണം. ഭൂമിയെ ഒരു തവണ പൂർണ്ണമായിട്ട് വലം വെക്കാൻ ചന്ദ്രന് എത്ര ദിവസം വേണം? ഏകദേശം 27.3 ദിവസങ്ങൾ വേണം. ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശമുണ്ടോ? ചന്ദ്രന് രാത്രി തിളങ്ങാൻ കാരണം എന്താണ്? ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശമില്ല. സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ തിളങ്ങുന്നത്. ചന്ദ്രനിൽ വെള്ളത്തിന്റെ തന്മാത്രകൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ ഇന്ത്യയുടെ ചന്ദ്രദൗത്യം ഏതാണ്? അത് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രനിൽ വെള്ളത്തിന്റെ തന്മാത്രകൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ ഇന്ത്യയുടെ ചന്ദ്രദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പര്യവേഷണം നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ റോവറിന്റെ പേരെന്താണ്? അത് പ്രഗ്യാനാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പര്യവേഷണം നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാനാണ്. ചന്ദ്രനിലെ മരിയ എന്ന ഇരുണ്ട സമതലങ്ങൾ രൂപപ്പെടാൻ കാരണം എന്താണ്? പുരാതന കാലത്തുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലാവ ഒഴുകി പരന്ന് തണുത്തുറഞ്ഞതുമാണ് ഇതിന് കാരണം. ചന്ദ്രനിലെ മരിയ എന്ന ഇരുണ്ട സമതലങ്ങൾ രൂപപ്പെടാൻ കാരണം എന്താണ്? പുരാതന കാലത്തുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലാവ ഒഴുകി പരന്ന് തണുത്തുറഞ്ഞതുമാണ് ഇതിന് കാരണം. അപ്പോളോ 11 ദൗത്യത്തില് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താ? അതിന്റെ പേരാണ് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ്. എന്താണ്? അപ്പോളോ 11 ദൗത്യത്തില് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. അപ്പോളോ 11 ദൗത്യത്തില് 3 ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ പ്രധാന പേടകത്തില് ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് മുകളിൽ ഇരുന്ന മൂന്നാമത് ആരായിരുന്നു? അത് മൈക്കൽ കൊളിൻസ് കേട്ടോ. മൈക്കൽ കൊളിൻസ് ആയിരുന്നു ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് മുകളിൽ ഇരുന്ന മൂന്നാമത്തെ ആളായിരുന്നു മൈക്കൽ കൊളിൻസ് ആണ്. ലൂണാർ മരിയ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. ലൂണാർ മരിയ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വന്നത്. കടൽ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. മരിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കടൽ എന്നാണ് ഇതിന്റെ അർത്ഥം. നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ച അപ്പോളോ 11 ലൂണാർ മോഡ്യൂളിന്റെ പേരെന്തായിരുന്നു? അത് ഈഗിൾ ആണ്. നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ച അപ്പോളോ 11 ലൂണാർ മോഡ്യൂളിന്റെ പേരെന്താ? ലൂണാർ മോഡ്യൂളിന്റെ പേരാണ് ഈഗിൾ. ഈഗിൾ എന്നാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന തിളക്കമുള്ള ഉയർന്ന പ്രദേശങ്ങളെ അപേക്ഷിച്ച് മരിയ പ്രദേശങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? ഇവ ഉയരം കുറഞ്ഞതും പരന്നതോ ഇരുണ്ട നിറമുള്ളതുമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന തിളക്കമുള്ള ഉയർന്ന പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ട് മരിയ പ്രദേശങ്ങൾ എന്നുള്ളത് ഉയരം കുറഞ്ഞവയും പരന്നതോ ഇരുണ്ട നിറമുള്ളതുമാണ് മരിയ പ്രദേശങ്ങൾ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം പറഞ്ഞ വിഖ്യാതമായ വാചകം എന്തായിരുന്നു? അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ചുവടുവെപ്പാണ്, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ഇതാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം പറഞ്ഞ വിഖ്യാതമായ വാചകം.
ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ എത്ര ശതമാനത്തോളം ഭാഗമാണ് മരിയ പ്രദേശങ്ങൾ കവർന്നിരിക്കുന്നത്? ഏകദേശം 16% ഭാഗമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ ഏകദേശം 16% ഭാഗമാണ് മരിയ പ്രദേശങ്ങൾ കവർന്നിരിക്കുന്നത്. അപ്പോളോ 11 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കാൻ ഉപയോഗിച്ച ഭീമാകരമായ റോക്കറ്റ് ഏതാ? അത് സാറ്റേൺ 5 ആണ്. സാറ്റേൺ 5 ആണ്. അപ്പോളോ 11 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കാൻ ഉപയോഗിച്ച ഭീമാകരമായ റോക്കറ്റാണ് സാറ്റേൺ 5 കേട്ടോ. സാറ്റേൺ 5. അപ്പോളോ 11 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കാൻ ഉപയോഗിച്ച ഭീമാകരമായ റോക്കറ്റ് ഏതായിരുന്നു? സാറ്റേൺ 5 ആണ്. ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ പ്രദേശം ഏതാ? ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ പ്രദേശമാണ് ഓഷ്യാനസ് പ്രൊസെല്ലാറം. ഓഷ്യാനസ് പ്രൊസെല്ലാറം ആണ് ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ പ്രദേശം. ഓഷ്യാനസ് പ്രൊസെല്ലാറം ആണ്.